ചൂരൽമലയിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർ തന്നെയാണ് ഇവിടെയുള്ളത്. മുമ്പ് നമ്മൾ ഓരോ തവണ കാണുന്നവരും ഓരോരുത്തർക്കും പറയാനുള്ളത് ഒരുപാട് സങ്കടങ്ങളാണ്. പ്രശാന്ത് ചൂരൽമലയിലായി സ്കൂളിൻ്റെ മേലെയായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം വീട്ടിലിരുന്നു. പിന്നെ നല്ലൊരു പൊട്ട് വന്നു. ഞങ്ങൾ എല്ലാവരും വീട്ടിലിരുന്നു. ഞങ്ങൾ പിന്നെ ഭാര്യയും കുട്ടികളും എല്ലാവരും ഒറ്റപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് ഓടാനൊന്നും വഴിയില്ല. വീട്ടിൻ്റെ ഉള്ളിലിരുന്നു. വീട് നഷ്ടപ്പെട്ടു, എല്ലാം പോയി. നാശനഷ്ടങ്ങളൊന്നുമില്ല, ആരും നഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കെട്ടിപ്പിടിച്ചിരുന്നു. മരിച്ചു പോകണി നമുക്ക് പോവാം, ഒപ്പം എല്ലാവർക്കും പോവാം എന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ചിരുന്നു. രാവിലെ വരെ ൂകണി പോയിക്കോട്ടെ, നമുക്ക് പോവാം, രക്ഷപ്പെടുന്നതിന് ആരുമില്ല. പലരെയും വിളിച്ചു, പക്ഷെ അവർക്കൊന്നും വരാൻ വഴിയില്ല. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടിപ്പിടിച്ച് എല്ലാവരും ഒരു റൂമിലിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴേക്കും NDRF വന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി. എല്ലാവരും സേഫാണ്, ഒരു കുഴപ്പമില്ല. ഫാമിലിയിൽ നിന്ന് ഒരുപാട് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബന്ധത്തിലും കുടുംബത്തിലുമായിട്ട് 16 പേര് മരിച്ചുപോയി. ഒരു വിവരമില്ല. അതിൽ 6 ആളെ കിട്ടിയിട്ടുണ്ട്. ഇനി 10 ആളെ കിട്ടാനുണ്ട്. അനിയനില്ല. അനിയന് പുറത്തായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഉമ്മയും പിന്നെ പെങ്ങളും, അതുപോലെ അനിയൻ്റെ ഭാര്യ, 2 മക്കള്, അതുപോലെ മറ്റൊരു അനിയൻ്റെ കുടുംബം, ഭാര്യ കുടുംബം മൊത്തം പോയി. 11 ആൾ പോയി. അതിൽ വളരെ വേദനാജനക അവസ്ഥയാണ്. ഉമ്മാനെ പിന്നെ അവരൊക്കെ ഞാൻ വിളിച്ചതായിരുന്നു വീട്ടിലേക്ക്. അവർ വന്നില്ല. ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. താമസിച്ചില്ല. വീടൊന്നും മനസ്സിലാകുന്നില്ല ഏത് രീതിയിലാണെന്ന്. മഴയത്ത് ഇനി ഞാൻ നിങ്ങളെ നിർത്തുന്നത് ശരിയല്ല. ഞാൻ അധികം ചോദിക്കാനും നമുക്ക് പറയാനുള്ളത് ഇതേ സങ്കടങ്ങളായതുകൊണ്ടാണ് കൂടുതൽ ചോദിക്കാത്തത്. മണ്ണ് പൊട്ടിയൊലിച്ചത് ഇവരുടെ ജീവിതത്തിലേക്കാണ്. വാക്കുകൾക്കൊന്നും അർത്ഥമില്ലാതാവുന്നൊരു ഘട്ടമാണിത്. 16 പേര്, സ്വന്തം കുടുംബത്തിലെ 16 പേര് ഇല്ലാതാകുന്നു. എത്ര ഭീകരമാണത്. ഒരു രാവ് മുഴുവൻ ഒരു വീട്ടിലുള്ളവർ മുഴുവൻ ചേർത്ത് പിടിച്ച് ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. പ്രാണൻ കിട്ടിയവരുണ്ട്, കാണാതായവരുണ്ട്. ഓരോ നിമിഷം കഴിയും തോറും കാണാതായവരെ ഇനി കാണാനാകുമോ എന്നുള്ള ആ ആശങ്കയും സങ്കടവും ശക്തമാവുന്നു. വാക്കുകൾ മുമ്പ് പലവട്ടം പറഞ്ഞതുപോലെ ഒരർത്ഥമില്ലാത്തതായി മാറുകയാണ്.